സഹോദര, ഈ ജാതി സങ്കല്പത്തിന്റെ ഭൂമിയിലൊന്നല്ല ജീവിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ആ ചർച്ചയുടെ ബേസ് എന്തെന്ന് പഠിക്ക്. അത് രാവിലെ വിളിച്ചിട്ട് പറയുന്നു, സംശയം, ഞാനൊരു മരുഭൂമിയിൽ അകപ്പെട്ടു. പറയാൻ, ഞാനൊരു മരുഭൂമിയിൽ അകപ്പെട്ടു. എനിക്കെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ല. ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പോ എന്റെ 1 മീറ്റർ അപ്പുറത്ത് നിന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് ഞാൻ പറഞ്ഞാൽ ശിർക്കാണോ എന്നാണ് ചോദ്യം. ഇതിലൊരു സംശയം തോന്നിക്കുന്ന അതിൻ്റെ ആദർശത്തിൽ ഈ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ആദർശത്തിന് ഒരു കോട്ടം തട്ടുന്ന ഒരു വാദം നിങ്ങളിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടവനാണ്. അപ്പം അതിൻ്റെ ഒരു കൃത്യമായ നിജസ്ഥിതി അറിയാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ആരുമില്ലാത്ത ഒരവസ്ഥയിൽ, സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ പെട്ടുപോയി. ആരുമില്ല എന്നെ സഹായിക്കാൻ. ഞാൻ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണ് എന്ന് വിചാരിച്ചു കൊണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ, എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് ശിർക്കാണോ? സഹോദര, ഈ ജാതി സങ്കല്പത്തിന്റെ ഭൂമിയിലൊന്നല്ല ജീവിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ആ ചർച്ചയുടെ ബേസ് എന്തെന്ന് പഠിക്ക്. അങ്ങനെ പഠിച്ച ഒരാളാണ് ഈ ചോദ്യം ചോദിക്കൂല. അങ്ങനെ പഠിച്ച ഒരാളാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. നിങ്ങൾ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, കുറച്ച് വായിച്ചിട്ടുള്ളൂ. സഹോദര, ഈ ജാതി സങ്കല്പത്തിന്റെ ഭൂമിയിലൊന്നല്ല ജീവിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ആ ചർച്ചയുടെ ബേസ് എന്തെന്ന് പഠിക്ക്. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ പഠിച്ച ഒരാളാണ് ഈ ചോദ്യം ചോദിക്കൂല. അങ്ങനെ പഠിച്ച ഒരാളാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. നിങ്ങൾ വിഷയം പഠിക്കണം. അത് നിങ്ങൾക്ക് ശിർക്കറിയാത്തത് കൊണ്ടാണ് എന്നാ പിന്നെ എന്നോട് പറഞ്ഞത്. ചോദിക്കേണ്ട ചോദ്യം അതെ, ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും ശിർക്കാണ് അല്ലേ? അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ശിർക്കില്ലല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോകത്ത് ശിർക്കില്ലല്ലോ. ഏതെങ്കിലും അല്ലാഹു സൃഷ്ടാവാണ്, ഗായിബാണ്. ജിന്ന് സൃഷ്ടിയാണ്, ഗായിബാണ്. അദൃശ്യമായ രീതിയിലൂടെയാണ് രണ്ട് പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ, അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കുചേർക്കൽ? 2012 ശേഷം ഇത് ശിർക്കാകണമെങ്കിൽ അങ്ങനെ ശിർക്ക് ഇസ്ലാമിലില്ല. ആദം നബിന്റെ കാലത്ത് ശിർക്കായത് ഇന്നു ശിർക്കാണ്. അത് ഇലാ യൗമിൽ ഖിയാമ ശിർക്കാകും. 5/6/11 അബ്ദുറഹ്മാൻ സലഫി അവതരിപ്പിച്ച ശിർക്ക് അത് കേന്നമന് സ്വീകാര്യമായിരിക്കാം, മുജാഹിദുകൾക്ക് അത് സ്വീകാര്യമല്ല. ഇനി കേട്ടോ, ഈ ഇസ്ലാം ഉയർത്തിക്കാൻ 2012 വരെ 5/6/11 വരെ നിങ്ങളത് ശിർക്കല്ല എന്ന് പറയുകയും അതിന് ആയത്തോതുകയും ചെയ്തിട്ട് ഈ 2012 ശേഷം അത് ശിർക്കാകണമെങ്കിൽ അങ്ങനെ ശിർക്ക് ഇസ്ലാമിലില്ല. ഇന്ന് കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്. സഹോദര, ഈ ജാതി സങ്കല്പത്തിന്റെ ഭൂമിയിലൊന്നല്ല ജീവിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക്. ആ ചർച്ചയുടെ ബേസ് എന്തെന്ന് പഠിക്ക്.